ഹലോ അസ്സലാമു അലൈക്കും. ലക്ഷദ്വീപുകാരനാണ്. കഴിഞ്ഞ മാസം ഇതേപോലെ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ കടക്കുളിക്കാൻ നേരത്തെ ഈ ഒരു സ്പോട്ടിൽ ഇതാട്ടോ എൻ്റെ നാട്ടിലെ ഈസ്റ്റ് ചെട്ടി ഈ ഒരു സൈഡിൽ കടക്കുളിക്കാൻ നേരത്താണ് നമ്മുടെ ഫുഡ് ബ്ലോഗർ മുത്താർക്ക വരുന്നത്. പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് ചോദിച്ചു ഇവിടുന്ന് ചാടാൻ പറ്റുമെന്ന് ചോദിച്ചു. നമ്മൾ എന്താക്കി ഈ ഒരു ജട്ടിയുമേന്ന് താഴത്തേക്ക് ചാടി കാണിച്ചു കൊടുത്തു. അപ്പോൾ നമ്മുടെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു എൻ്റെ ഒപ്പം, മലപ്പുറത്ത് നിന്ന് വന്നതാണ്. അപ്പോൾ ചെക്കനോട് ചോദിച്ചപ്പോൾ ചെക്കനൊരു പേടി ഉണ്ടായിരുന്നു അന്ന്. അപ്പോൾ അതൊരു അഭിമാന പ്രശ്നമായിട്ട് മാറിയേക്കാണ്. ചെക്കൻ അതൊരു ചലഞ്ചായിട്ട് അങ്ങ് ഏറ്റെടുത്ത് ഇവിടുന്ന് അങ്ങോട്ട് ചാടാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ചാടല്ലേ ലുക്കുമാനെ? ഓക്കെ, നമ്മുടെ നാടിന്റെ അഭിമാന പ്രശ്നമാണ് മലപ്പുറത്തിന്റെ, അത് നമുക്ക് മാറ്റി കൊടുക്കാം. എന്തായാലും മൂത്താർക്കെ വീഡിയോസ് കാണാവുന്നതാണ്. ചെക്കനെ നോക്കി വെച്ചോട്ടോ. അതെ, ഈ ഒരു ചെക്കനെ കണ്ടാ അറിയാൻ പറ്റൂലേ? ഓക്കെ, ബയോ. ഇങ്ങനെ ജെട്ടിയുടെ മുകളിൽ നിന്ന് ചാടാൻ വേണ്ടിയിട്ട് ഇവൻ ഒരുപാട് ആഗ്രഹിച്ചതാട്ടോ. കഴിഞ്ഞ പ്രാവശ്യം അത് ചെയ്യാൻ പറ്റാത്തതിന്റെ സങ്കടം അവന്റെ മനസ്സിലുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം മുഹത്താർക്ക ചലഞ്ച് കൊടുത്തപ്പോൾ അവൻ ഏറ്റെടുത്തില്ല. അതിനുശേഷം അവൻ ഒരുപാട് പ്രാവശ്യം എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ എനിക്കും കൂടി അവിടെ നിന്ന് ചാടണം എന്നുള്ളത്. ഈ ഒരു പ്രാവശ്യം മുഹത്താർക്ക എവിടെ വന്നപ്പോൾ എന്നോട് ചോദിച്ചായിരുന്നു നമുക്ക് ഒന്നുകൂടി അവിടെ നിന്ന് ചാടിയാലോ എന്നുള്ളത്. ഇവിടെ വന്നതിന് ശേഷം മുഹത്താർക്ക എൻ്റെ ഫോണിലേക്ക് വിളിച്ചിരുന്നു. പക്ഷെ എനിക്ക് പോകാൻ പറ്റില്ല, ഞാൻ നാട്ടിലില്ലായിരുന്നു. ഓൻ്റെ ആഗ്രഹപ്രകാരം നമ്മൾ ഓനെ കൊണ്ട് നേരെ വിട്ട് ഈസ്റ്റേൺ ജെട്ടിയിലേക്ക്. അവൻ അവിടെ നിന്ന് തിരങ്ങും വിലങ്ങും ചാടി. ഈ പ്രാവശ്യത്തെ ഓൻ്റെ വരവിന്റെ ഉദ്ദേശം തന്നെ ഇവിടെ നിന്ന് മെയിനായിട്ടും ചാടുക എന്നുള്ളതാണ്. ഓന്റെ ആഗ്രഹം പോലെ അവസാനം അതങ്ങ് നടന്നു. അതങ്ങനെയാണ്. കഴിഞ്ഞ വട്ടം മൂത്താർക്ക വന്നിട്ട് ചെക്കൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു, ചെക്കൻ ഇല്ല എന്ന് പറഞ്ഞു, ചാടാൻ പറ്റൂല എന്ന് പറഞ്ഞ്, ഈ കപ്പൽ നിർത്തണം, ഈ ഒരു സ്ഥലത്ത് ചാടാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പം അതിൽ കുറേ കമന്റ് ഞങ്ങൾ കണ്ടായിരുന്നു. മലപ്പുറത്തിലെ ചെക്കന്മാരൊക്കെ കഞ്ഞാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് ഇങ്ങനെ കമന്റ് ഇട്ട്. എന്താ അവരോടൊക്കെ പറയാനുള്ളത്? നമ്മളെന്ത് പറയണേ? അതെ ഇനി ഒന്നും പറയാനില്ല. നിങ്ങൾ കണ്ടു നോക്കിയിട്ട് നമ്മൾ ആ ചെക്കൻ്റെ ഒരു എന്താ പറയാ കോൺഫിഡൻസ് എന്നൊക്കെ പറഞ്ഞ ഇതാണ്. അപ്പൊ ഇത്രയുള്ളൂ ഞങ്ങളെ കൊച്ചു വീഡിയോ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് എന്തായാലും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരും. അതുവരേക്കും ബൈ ബൈ.